ഞങ്ങൾ പുതിയൊരു ബ്ലോഗിനായി വന്നിരിക്കുകയാണ് ബീച്ചിൽ. തങ്ങാട് കാണിക്കൂ കേട്ടോ, ഇതാണ് ഞങ്ങളുടെ പുതിയ വീഡിയോ. ചെറിയൊരു കൊറേ നാളായി ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, പക്ഷെ നടന്നിട്ടില്ല ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ സൂര്യനെ കഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ കടലിന്റെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്റെ മോന്റെ ചെറിയൊരു കലാവിരുതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അഭിപ്രായം പറയണോട്ടാ. ഇതെന്റെ മോന് ബോള് വേണോന്ന് പറഞ്ഞുകൊണ്ട് അത് ഓലപ്പന്ത് വേണോന്ന് പറഞ്ഞുള്ള കരച്ചിലാണ്. പക്ഷെ എനിക്കറിയില്ല ഓലപ്പന്തൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ ഓലപ്പന്തിന് സങ്കടം വേട്ടാ ഉണ്ടാക്കി കൊടുക്കാന്ന് കൊണ്ടിട്ട്. അപ്പൊ ആരോടും ചോദിച്ചപ്പോ ആരൊക്കും അറിയില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഒരിക്കലല്ല ഞങ്ങളുടെ പപ്പനെ കൊണ്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാനപ്പെടുത്തി കേട്ടോ. രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഒരാൾ വേറൊരു കാര്യവും പറഞ്ഞിട്ട് വന്നത്. ഒരാളെ സമാധാനപ്പെടുത്തി വന്നപ്പോഴേക്കും അടുത്ത ആള് തുടങ്ങിയിട്ടാ തലക്ക് മനുഷ്യന് വട്ടുപിടിക്കണത് പോലെ. അപ്പൊ മൂത്താക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പോണോന്നും പറഞ്ഞുകൊണ്ടാർന്നട്ടാ മൂത്താക്കടെ ബഹളം. അതാണെങ്കില് ഇളയാക്ക് പാർക്കിൽ പോണം. ഇതിന്റെ ഇടയിൽ ഞങ്ങളൊന്ന് പട്ടി പേടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടാ. പക്ഷെ അതൊന്നും ചെയ്യാനൊന്നും അല്ല. പെട്ടെന്ന് അത് ഞങ്ങളെ കണ്ടപ്പോഴേക്കും വെറുതെ ഒന്ന് മണം പിടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോയി. ഇളയാളാണെങ്കിൽ കടിക്കാൻ മുന്നേണെന്നുള്ള വിധത്തിൽ ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ അതേ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എത്തിയിട്ടാ. പക്ഷേ ഇളയാൾക്ക് കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സങ്കടത്തിൽ വിഷമത്തിൽ ഞാനും എൻ്റെ മോനും കൂടി പോണേണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു സുഖമില്ല കേട്ടോ. കാരണം അയാളുടെ നിർബന്ധത്താലെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയേക്കണേണ്. പക്ഷേ പാർക്കിൽ പോവാതെ ഇനി അയാൾ കയറ്റൂല. മറ്റേത് ഓലപ്പന്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിന് സമാധാനം കിട്ടിക്കാനും പിന്നെ പാർക്കിൽ പോവാതെ നിവർത്തിയില്ല എന്നായി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നേരം നിർത്തിയും കൂടി ഇല്ല. വേഗം ഞങ്ങളെങ്ങാണ്ട് പോകുന്നട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ മൂത്താക്ക് കുലുക്കി സർവത്ത് കുടിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ കുലുക്കി സർവത്ത് ഞങ്ങൾ അന്വേഷിച്ച് തന്നിട്ട് അതൊന്നും കിട്ടിയില്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോകാന്നുള്ള വിധത്തിൽ ഞങ്ങൾ പിന്നെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചേട്ടാ. അങ്ങനെ പോണ വഴി ഞങ്ങൾ കുറച്ച് കെട്ടുകൾ കണ്ടിട്ട് അവിടെ. അപ്പൊ എനിക്കൊരാഗ്രഹം ആ കെട്ടിലൂടെ ആ കുഞ്ഞു ഇടവഴിയിലൂടെ നടക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. പക്ഷെ മൂത്താള് വന്നില്ലേ. മൂത്താക്ക് ഭയങ്കര പേടിയായിരുന്നു. നല്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കൂടിയൊക്കെ നടക്കുന്നത്. പക്ഷെ എനിക്ക് പേടിയുമായിരുന്നു. കാരണം അതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമല്ല. കയറും കാര്യവും കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തട്ടി വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ചേട്ടൻ നിൽക്കണം. അപ്പോൾ എൻ്റെ മോൻ പേടിച്ച് മാറി നിൽക്കണേണ്ട ബൈക്കിന് കാവലായിട്ട്. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചോണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ വിചാരിച്ച് ബൈക്കാരടിച്ചോണ്ട് പോകില്ലല്ലോ. അങ്ങനെ അവിടെ എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടി കുറേ നടന്നിട്ടാ. കുറേ നടന്നെന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഞങ്ങൾ എടുത്തിട്ടാ. കാരണം എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമാണ് ആ കെട്ടിലൂടെ നടന്നു പോകാനായിട്ട്. ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ എപ്പോഴും അതിലൂടെ പോവെങ്കിലും അങ്ങനെ അതിൽ കെട്ടില അങ്ങയുടെ അകത്തേക്ക് ഞങ്ങൾ കയറാറില്ല. അങ്ങനെ അപ്പൊ എൻ്റെ മോനും പേടിയുണ്ട് കേട്ടാ. എന്ന് വെച്ചാല് തട്ടി വീഴോ മമ്മി. അവിടെ നിറച്ച് ഇങ്ങനെ കയറ് അവിടെ കെട്ടിയിട്ടേക്കണായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാ. പക്ഷെ അപ്പുറത്തോട്ടൊന്നും പോയില്ല. കാരണം വെച്ചാൽ ഒന്നാമത് സന്ധ്യ ആയിക്കൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവന് കൊച്ചിന് ഞാൻ കയ്യൊന്നും പിടിക്കണ്ട. എന്ന് വെച്ചാൽ അവന് ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം മമ്മി എന്ന് പറഞ്ഞു. അവന് പിന്നെ ഭയങ്കര ധൈര്യവും ഭയങ്കര ഇഷ്ടമൊക്കെ ലൈറ്റൊക്കെ വന്നവിടെ. അങ്ങനെ അവൻ താനെ വന്ന് ഞാനും വന്ന് ഞങ്ങളുടെ കൊച്ചാഗ്രഹം സാധിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂത്താളെ കളിയാക്കാൻ തുടങ്ങിയിട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ടുവരുമ്പോഴേക്കും പിന്നെ പോവാന്നായിട്ടാ. കാരണം പിന്നെ ഇങ്ങനെ സന്ധ്യ ആയിക്കൊണ്ടിരിക്കണോണ്ട് പിന്നെ അധികം നേരം നിന്നേരം പിന്നെ ഞങ്ങൾക്ക് പാർക്കിൽ പോകാതിന് വീട്ടിൽ കയറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളായിട്ടാ. മീനുണ്ടായിട്ടാ അതിനകത്ത്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മീൻപണി അതേ കണ്ട മീനെ കാണാവൊക്കെ. ഇതൊക്കെ എന്ത് ചെറുതാണെന്ന് തോന്നണല്ലേ. മീനുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ടായത് ചെമ്മീനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതില്
ഇപ്പുറത്തെ ചെറിയ കൊട്ടയിലാ ചേട്ടൻ ഇട്ടേക്കണുണ്ടോ മീൻ. അതുപോലെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴേക്കും നോക്കിയപ്പോ ചെമ്മീനാണ് ആ ചേട്ടനെ കിട്ടിയത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിൽക്കാൻ നിന്നില്ല കേട്ടാ. കാരണം എന്താന്ന് വെച്ചാൽ ഈ സമയം വൈകുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല. അപ്പൊ ആ ചെമ്മീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായ അതിനകത്ത് മീനൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ആ ചേട്ടൻ ഒരു പ്രാവശ്യം കൂടി വീശി എറിയുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ആ ചേട്ടൻ വീശി എറിഞ്ഞിട്ടാ. നല്ല രസമായിരുന്നു ആ ചേട്ടൻ്റെ വീശി എറിയല് കാണാനായിട്ട്. അപ്പൊ ഇളയാളാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അവന് ഭയങ്കര സന്തോഷത്തിലാണ് നോക്കിയെന്ന് വെച്ചാൽ അവൻ കണ്ടിട്ടില്ല അങ്ങനത്തേക്ക്. അപ്പൊ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോന്നപ്പോഴേക്കും എല്ലായിടത്തും ഇങ്ങനെ വലയിട്ട് മീൻ പിടിക്കുന്ന ചേട്ടന്മാരായിരുന്നു കേട്ടോ, എല്ലായിടത്തും. അതുകൊണ്ട് ആ വലയിട്ട് മീൻ പിടിക്കണതെല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു സമയമില്ലാഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് അതെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. എങ്ങനെയാണെങ്കിലും ഞങ്ങൾ പാർക്കിൽ പോകണ്ടേ, പാർക്കിൽ പോകാതെ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം പാർക്കിൽ പോകാനുള്ള ഒരുക്കത്തിൽ ഞങ്ങൾ വേഗം സ്പീഡിൽ പാർക്കിലോട്ട് ഞങ്ങൾ പോയിട്ട് അപ്പോഴും അവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അറ്റം വരെ ഉണ്ടായിരുന്നു. അത് മുഴുവനും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഒരെണ്ണം പോലും മിസ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കാണാനുള്ള ഇതില്ല, സമയമില്ലാഞ്ഞത് കൊണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ എല്ലാം കണ്ടിട്ടൊക്കെ പോകുന്നതന്നെ. ഒരുപാട് സന്ധ്യയാണ്, പിന്നെ പാർക്കിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ കിടക്കുന്നത് കൊണ്ടിട്ട് പാർക്കിൽ പോയില്ലെങ്കിൽ എൻ്റെ മോൻ എന്നെ വീട്ടിൽ കയറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പാർക്കിലെത്തി. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ ഞങ്ങൾ കളിക്കാനുള്ള പിന്നെ തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നുള്ള ഞങ്ങൾ ആലോചനയിലാണ് ഞങ്ങൾ മൂന്നേരും കൂടി പോണത്. അങ്ങനെ ഇരിക്കലാണ് ഞങ്ങൾക്ക് ബോൾ വേണമെന്ന് പറഞ്ഞ് ബോളും വാങ്ങിച്ച് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ബോളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കണേണ്ട. ബോൾ വാങ്ങിച്ച് പിന്നെ വെള്ളത്തിനവിടെ ബഹളം വരുന്നു. കാരണം എല്ലാവരും ഉദ്ദേശിക്കണ വെള്ളമൊന്നും അല്ല കിട്ടിയത്. ഞങ്ങളൊരു പെപ്സി മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ബോളും വാങ്ങിച്ച് ഇവിടെ കളിക്കാവിടെ വന്നപ്പോഴേക്കും കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലോട്ട് ഇവന്മാർ കയറി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവിടെ ഫുട്ബോള് ഈ കൊച്ച് വാങ്ങിച്ച ഇവന്മാർ വാങ്ങിച്ച ബോള് അവിടെ വേറെ ഉണ്ടായി. പക്ഷെ ഞങ്ങളുടെ ബോള് കണ്ടപ്പോഴേക്കും അവന്മാർക്ക് ആ ബോളാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കളിക്കാടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പൊരിഞ്ഞ കളിയായിരുന്നു. അങ്ങനെ പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മൂത്ത ആള് ഫുട്ബോളിന്റെ ആളായത് കൊണ്ടിട്ട് മൂത്താൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാനായിട്ട്. ഫുട്ബോളായിരുന്നു ഇയാളുടെ ഫേവറേറ്റ് കളി. അപ്പൊ അതുകൊണ്ട് പിന്നെ പൊരിഞ്ഞ കളിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ചേട്ടായും കൂടെ അവിടെ തന്നെ ഇരുന്ന് വെച്ചു. അങ്ങനെ അങ്ങാടും ഇങ്ങാടും ഗോളൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഇതാണ് അവന്മാരുടെ ബോളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവന്മാരുടെ പച്ച ബോളും ഞങ്ങളുടെ കളർഫുള്ളായിട്ടുള്ള ബോളും ആയിരുന്നു. ഇനി അതുകൊണ്ടിട്ടാണ് ആ ബോൾ ഇഷ്ടപ്പെട്ട് അത് മതി എന്നും പറഞ്ഞുകൊണ്ട് ചെന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും കളി കാണാൻ നല്ല രസമായിരുന്നു. ഒന്നാമതെ ഈ പാർക്കിൽ ലൈറ്റൊക്കെ ഇട്ട് എന്നിട്ടാ പറയുക, നല്ല രസമാണ്. ഇവന്മാരുടെ ആ പാർക്കിൽ നല്ല കളർഫുള്ളായിട്ട് കിടക്കണോണ്ടിട്ട് രാത്രിയാണെന്ന് തന്നെ പറയാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയൂല രാത്രിയാണെന്നുള്ളത്. അങ്ങനെ ഫുട്ബോൾ കളിച്ച് പോവാന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആർക്കും ഒരു രക്ഷയില്ലട്ടോ. അപ്പൊ ഇളയാള് അവിടെ 2-3 ഗോൾ അടിച്ച്. അതോടുകൂടി ഇളയാൾക്ക് ഭയങ്കര ത്രില്ലായി കളിക്കാനായിട്ട്. അങ്ങനെ ചേട്ടയും വരൂല്ല, അനിയനും വരൂല്ല കേട്ടോ. അവന്മാരാണെങ്കിലും പോവാനുള്ള തയ്യാറെടുപ്പുകളൊന്നുമില്ല. ഭയങ്കര കളിയോട് കളിയാണ്. 8 മണി കഴിഞ്ഞാൽ അവിടെ അത് പൂട്ടുകയും ചെയ്യും. എന്നാൽ 8 മണി വരെയെങ്കിലും കളിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്ന് ചേട്ടാ. അങ്ങനെ കളിച്ച് കളി ഭയങ്കര കളിയായി. ഇങ്ങനെ ലാസ്റ്റ് എൻ്റെ ക്ഷമയൊക്കെ കെട്ടിട്ട് ഞാൻ വഴക്കിട്ട് മാറി നിന്ന്. കാരണം ഇവന്മാർ വന്ന ലക്ഷണമൊന്നും ഇല്ല, വീട്ടിൽ പോകണ്ട. അതിൻ്റെ ഇടയിൽ പെപ്സി എല്ലാവരും കുടിച്ചതിൻ്റെ ബാക്കിയാണ് ഉണ്ടായത്. അത് ഇളയാൾക്ക് മൂത്താളും കളിച്ച് ആകെ അവശതയായിട്ടാണ് വന്നത്. പക്ഷേ ഇളയത് മൂത്തതിന് കിട്ടിയില്ലാന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുവിന് കിട്ടിയില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇളയാള് കുടിച്ചിട്ട് ആൽവിൻ കുടിച്ചിട്ട് അത് കുറച്ചേ വെച്ചുള്ളൂ. അതോടുകൂടി തന്നെ മൂത്താക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ പറഞ്ഞുള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങോട്ട് പോടാന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾക്ക് പോകണ്ടാട്ടെ, അയാൾക്ക് അവിടെ നിന്ന് കളിച്ചാൽ മതി. 8 മണി ആയതുകൊണ്ട് അവരെല്ലാവരും ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. കാരണം 8 മണിയാകുമ്പോൾ അംബേദ്കർ പാർക്കാണ് പറവൂരില്ല, ആ പാർക്ക് പൂട്ടിക്കളയും. അപ്പം ഞങ്ങൾ പോകണേ കേട്ടോ. എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ.